എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. ആറാട്ടാണ്, ഒരേ ഒരാണ്. നിങ്ങൾ സെക്സിയാണ്, ഓട്ടാണ്, ക്ലാസ്സാണ്, മാസാണ്. കൊച്ചിയടിപ്പയിൽ ആരെയാണ് നിങ്ങൾ സെക്സിയാണ്, ആറാടുകയാണ്. പേരെന്താണ് കണ്ടു മനസ്സിലായി. മുഹമ്മദേ, എനിക്ക് എന്നോട് യാതൊരു ബുദ്ധിയും എന്റെ പണിയിലായിരുന്നു. വിളിച്ചിട്ടുണ്ട് ആ ഡയലോഗ് എന്നെ ഏൽപ്പിച്ച് പണി പറഞ്ഞ ഒരു 2 സെക്കൻഡ് ഗ്യാപ്പ് വന്നിട്ട് ഇപ്പൊ എന്നെ ഒരു 2 സെക്കൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ഡയലോഗ് പറയാം. ഓക്കെ, പോവല്ലേ പോവല്ലേ, ഇവിടെ തന്നെ ഇവിടുന്ന് കൊടുക്കുക, ഇവിടുന്ന് വേണം കൊടുക്കുക. ഇവിടുന്ന് കറക്റ്റ് ഇങ്ങനെ ഇപ്പൊ കറക്റ്റ് മൂവ് ചെയ്ത് പോകും. ക്യാമറമാൻ അങ്ങനെ അവിടെ അത്രയും പോകണ്ട, സ്റ്റെപ്പ് കണക്കായിട്ട് പോകണമെന്നില്ല. അങ്ങനെ ഒരു ഷോട്ട് എടുത്തു, പിന്നെ ഇങ്ങനെ അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഷോട്ട് വേണം. ഓക്കെ അണ്ണാ, അണ്ണാ താട്ടിറങ്ങി ഒരു സ്റ്റെപ്പ് കൂടെ ഇറങ്ങി അണ്ണാ. ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഒരു സ്റ്റെപ്പ് കൂടെ ഇറങ്ങി അണ്ണാ, നൈസായിട്ട് ഡോണാണ്. അത് ഈ കൈയില്ലേ, ഈ കൈ ഇങ്ങനെ കേറി ആ ഒരു സാധനം എടുത്താണ്. കൈക്കൊന്നും വളയൊന്നും ഉണ്ടല്ലോ. ആ സൂപ്പർ സൂപ്പർ, നല്ല ഷോട്ടാണ്. ഓക്കെ മതി. തല എങ്ങോട്ടിരിക്കണമെന്നറിയോ? ലെഫ്റ്റിലേക്ക്. ആ തല ചേരിക്കണം. ഓക്കെ മതി. ജസ്റ്റ് തല തിരിച്ച്. മനസ്സിലായോ? ഓക്കെ അല്ലേ? തല ചെരിച്ചിട്ട്, തല ചെരിച്ച് അങ്ങനെ ചെരിച്ചുകൊണ്ട് തന്നെ കയറി വരാവുള്ളൂ. ഓക്കെ, ഒറ്റ പ്രാവശ്യം കയറി വന്നാൽ മതി. ഇവിടം വരെ വരണേ. ആ അങ്ങനെ ഇവിടുന്ന് താഴെ അങ്ങനെ കയറി വരുന്ന സാധനം. ഈ സാധനം എന്ന് പറഞ്ഞാൽ ബ്ലർ ചെയ്താണ്, ഫുൾ ബ്ലർ ആയിരിക്കണം. അണ്ണനെ കാണില്ല, ഔട്ട് ഓഫ് ഫോക്കസ് ആയിരിക്കണം. എന്താ ഞാൻ ചെയ്തത് ഇങ്ങോട്ട് കൊടുക്കാം. ഫുൾ ഔട്ട് ഓഫ് ഫോക്കസ്. കൈ താഴ്ത്തിട്ട് വന്നു.
കറക്റ്റ് അണ്ണാ നിൽക്കണോ അവർ തീർക്കും എന്റെ ഭാഗം ഷോട്ട് കളയാം. ഇപ്പൊ തീരും. ചേട്ടാ കൈ ഇങ്ങനെ പിടിക്കാതെ നടന്നു വരുന്നത് കൈ കമ്പിയെ പിടിക്കണ്ട. ആ കമ്പിയെ പിടിക്കണ്ട. ഇല്ല ഇല്ല തന്നത്തില്ല. കമ്പിയിലെ ചേട്ടൻ പിടിക്കണ്ട. അടിയെന്ന് തന്നെ കമ്പിന്ന് പിടിക്കാതെ തല ചെരിച്ച് മാത്രം. ഇല്ല വീഴത്തില്ല. പതിയെ നടന്നാ മതി. സ്പീഡ് വേണമെന്നില്ല. അവിടുന്ന് കയറിക്കോ. ഞാൻ ആക്ഷൻ പറയാം. ചേട്ടാ ഓക്കെ അല്ലേ? എനിക്ക് വരില്ല. താട്ടിറങ്ങിക്കോ. ഇറങ്ങിട്ട് കയറിക്കോ. താട്ട് പോട്ടെ. ഇല്ല തല കാണാതെ കയറി വരട്ടെ. പോട്ടെ. ഇറങ്ങി പോട്ടെ. ആക്ഷൻ. തല ഇരിച്ചിട്ട് അടുത്ത ഒരു ഇത് വേണ്ടേ? മതിയാ ഇങ്ങനെയുള്ള സാധനം വേണ്ട. അത് വേണമെന്നില്ല. ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അടിന്നുള്ളത് എൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഡോറ് തുറക്കുന്ന ഒരു ബാക്ക് ഷോ ഉണ്ട്. പിന്നെ അടുത്ത കാണിക്കേണ്ടത് ഇവരുടെ റിയാക്ഷൻ വന്നിട്ട് അണ്ണൻ ഇരിക്കുന്ന ഒരു ബാക്ക് ഷോട്ട്. പിന്നെ ഈ പുള്ളിക്കാരന്റെ ആ ഒരു കഥാപാത്രത്തിന്റെ ആ ഒരു സ്ട്രഗിൾ കാണിക്കും. അതിനുശേഷം ഫ്രണ്ടിൽ നിന്ന് ട്രാക്ക് ചെയ്ത് ഔട്ട് ഓഫ് ഫോക്കസ് ട്രാക്ക് ചെയ്ത് ഫോക്കസിലോട്ട്. ചേട്ടാ ഒറ്റ നിമിഷം. സിനിമയിലെടുത്താ ഷൂട്ട് ചെയ്യണ എന്നോട് ചോദിച്ചിട്ടില്ല. എങ്ങനെയുണ്ട്? എത്രാമത്തെ സിനിമ? മൂന്നാമത്തെ സിനിമ. ആക്ടിംഗ് അല്ല, ബിഹേവിംഗ് നാച്ചുറൽ ആക്ടിങ്. സിനിമ പറഞ്ഞ ബിഹേവിംഗ് പെരുമാറുക. നമ്മൾ പഠിച്ച ലാലേട്ടൻ വിഷ്ണു കൊച്ചിക്കാണ് അത് മാത്രമായിട്ട് എന്താണെന്നറിയോ, ഇവിടെ എല്ലാം ചെറിയ പറ്റുമ്പോൾ പഠിച്ചു വന്ന ആളാണ്. ഇതിന് മുമ്പത്തുള്ള സീൻ നമുക്ക് ഞാൻ പറഞ്ഞു ഇയാളുണ്ടോ കൂടെ? റീലല്ലല്ലോ, ഫോട്ടോ അല്ലേ? എനിക്ക് പഞ്ചനീഷ് ആരോ മനസ്സിലായില്ല. എടുക്കില്ല ആ ടീം ബ്രൈറ്റോടാ പുറത്തുനിന്ന് പോകുന്നു അല്ലേ? തുറക്കണ്ട. വിഷ്ണുവിനെ ഞാൻ സിഗ്നൽ കൊടുക്കാം. എടാ ഞാൻ പറഞ്ഞ കേട്ടോ നിനക്ക്? ഓക്കെ ഞാനതന്നെ പറഞ്ഞേ. ചേട്ടാ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഇങ്ങോട്ടോ ചേട്ടൻ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കുമ്പോഴത്തേക്കിനും വിഷ്ണു ഡോർ തുറക്കും. ചേട്ടൻ പതിയെ നടന്ന് കയറിയ ആ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടുണ്ട്. മനസ്സിലായി? അതേടാ ഔട്ടല്ലേ ഓക്കെ റോളിംഗ് ആക്ഷൻ. വിഷ്ണു തറടാ. ടൈം തെറ്റി. കട്ട് ചെയ്ത്
ഞാൻ പറയുന്നത് തുറക്കണേ. ഇങ്ങോട്ട് നോക്കണ്ട അവിടെ കയറി അണ്ണൻ ആ ശവത്തെ നോക്കി അകത്തോട്ട് കയറിക്കോ. പുറത്തിറങ്ങിയോ കുറച്ചുകൂടെ. അണ്ണ അങ്ങോട്ട് നീങ്ങി അങ്ങോട്ട് നീങ്ങി. ഇനി പുറകോട്ട്. ഓക്കെ ആക്ഷൻ. വിഷ്ണു താരടാ. മറ്റേ ക്ലിയർ ആയോ ചേട്ടാ എന്ത് ക്യാമറ മറ്റേ കഴിഞ്ഞോ ക്യാമറമാനില്ല. മറ്റേ കഴിഞ്ഞോ അയാളാ ഇവിടെ ലേഡി ആ കേറിട്ട് കഴിഞ്ഞോ പല ആംഗിളിലാണ്. ഇവിടെ ഇങ്ങനെ വന്നു പിന്നെ ഇവിടെ ഇതല്ലേ എന്റെ കൊടുക്കുന്നത് ഏതാ അല്ല ഇവിടെ വന്നില്ല. പിന്നെ കാണിക്കേണ്ടത് ഇതിന്റെ അടി കൂടി ഇങ്ങനെ ഒരു മൂവി ഷോട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പുള്ളി ഇതേ വന്ന് ഇരിക്കുന്ന സമയത്ത് ഫ്രണ്ടിനെ ട്രാക്ക് ചെയ്തിട്ട് വേണം അണ്ണനെ ഫോക്കസ് ഇടയ്ക്ക് ഇതിന്റെ ഇടയ്ക്ക് ഇവന്റെ റിയാക്ഷൻ വരും, പുള്ളിയുടെ റിയാക്ഷൻ വരും, നിൽക്കുന്ന റിയാക്ഷൻ വരും. അങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ആ ഒരു എൻട്രി ട്രാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് ഇവിടുന്നല്ല അല്ലേ ഇങ്ങനെ ഓട്ടോ ഫോക്കസാ അത് ഓട്ടോ ഫോക്കസ് കൊടുക്കണം. ഇച്ചിരി ടൈറ്റ് ചെയ്ത് ക്ലോസ് വെച്ചു. എന്താ അണ്ണ വന്ന് ജസ്റ്റ് ഒന്ന് വന്നേണ. ഓട്ടോ ഫോക്കസ് കൊണ്ടുവരുന്നേ ബോഡിഗാർഡ് അല്ലടാ. ആക്ഷൻ അണ്ണാ. പാസ് ചെയ്ത് പോണോ പുള്ളി കൺഫ്യൂഷൻ നേരെ അണ്ണ പോയാൽ മതി. ആ ഔട്ട് ഓഫ് ഫോക്കസ്. ആക്ഷൻ. ഡോർ തുറന്നോ അണ്ണാ. കട്ട് ചെയ്തു മതി. ഓക്കേ കൊച്ചിയടിപ്പയിൽ ആരെയാണോ എന്നെ വേദനിപ്പിക്കരുത്. കട്ടിങ് എല്ലാം ഇടിച്ചതിന്റെ ഒരു ഇതും ഇല്ലല്ലോ മുഖത്ത്. ഇടിച്ചതിന്റെ ഒരു ഇത് വേണ്ട ദേഹത്തൊക്കെ. കുറച്ച് ലിപ്സ്റ്റിക് പിടിക്കും. അപ്പൊ ഇടിക്കണ്ട, തൽക്കാലം തട്ടിക്കൊണ്ട് വന്ന് കീച്ചുക. അത് മതി. ഞാനൊരു റോബോട്ടാ അതാ ബിരിയാണി കളറുണ്ടോ ബിരിയാണിന്റെ കളറുണ്ടോ പിന്നെ മറ്റൊരു പൂവുണ്ടല്ലോ ചെമ്പരത്തിയ ചെമ്പരത്തി അല്ല അത് അതിൻ്റെ ഉള്ളിൽ കുറെ ചുവന്ന പൂവുള്ളത് നടന്നോ നടന്നു. ഇനി അണ്ണ വന്നിരിക്കില്ല ഇല്ല അവിടെ അല്ല ഇവിടെ ഇരുത്തിയാ മുപ്പറടി നോട്ടെ ഞാൻ പറഞ്ഞതേ ഇവിടെ ആവുമ്പോഴത്തേക്ക് പുള്ളി ഇവിടെ കിടക്കട്ടെ. എനിക്ക് തന്നെ കട്ടിങ്ങേ വരത്തുള്ളൂ. ഈ ബാക്കിൽ ഷോട്ടിൽ ഇരിക്കും പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഫേസിലോട്ട് ക്യാമറ വരുമ്പോഴാണ് അണ്ണന്റെ ഇത് ഫോക്കസ് ആണ്. മനസ്സിലായി? ഇങ്ങനെ ഇരിക്കുമ്പോ ഈ സാധനത്തെ ഇരിക്കുമ്പോ ഒരു പഞ്ച് കിട്ടും. ഇത് ഇരുന്ന് അത്ര കിട്ടത്തില്ല. പുള്ളിക്ക് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? പുള്ളി നിലത്തിരിക്കണം. ഈ പുള്ളി നിലത്ത് കിടക്കണം. മറ്റേ മനസ്സിലായി? ഇരുത്ത ഇച്ചിരി കട്ടിൽ നീക്കിയിട്ട് അപ്പൊ ആ ചേട്ടനെ താഴെ കഴിയുള്ളൂ.
അല്ലല്ല ബാക്കിൽ ഒരു ഷോട്ട് ഇവിടെ ഇരിക്കുന്ന പുള്ളി എന്നിട്ട് അത് കട്ടിൽ എന്നിട്ട് നീക്കി ഇട്ടിട്ട് വേണം അടുത്ത ഫ്രണ്ടിൽ നിന്നുള്ള ട്രാക്ക് എടുക്കാൻ. ആ ചേട്ടനെ കിടത്തുകയോ ചെരുപ്പിലോ കുലിക്കുകയോ. രണ്ട് റേപ്പ് സീൻ അല്ല തല കെട്ടി കൊണ്ടുപോയി ഒത്തിനോട് കളിച്ചു കിടക്കാവോ ഇതുവരെ കാണാത്ത ആറാട്ടൻ്റെ വേറെ സംഭവം ഞാൻ കേട്ടോ സീൻ്റെ ഇടയ്ക്ക് ഞാൻ ആറാട്ടനാണ്. നീട്ടുണ്ടോ ചിലരുടെ 3000-4000 ചെയ്യാം. ഓരോന്ന് പറയണട്ടാ. കാല് പൊക്കിയില്ലേലും കുഴപ്പമില്ല. കാല് പൊക്കിയില്ലേലും കുഴപ്പമില്ല. ഇങ്ങനെ ഇരുന്നല്ലേ ഇങ്ങനെ നോക്കണം. പിന്നെ അഭിനയിച്ചോ മൊബൈൽ ക്യാമറ ഒന്നും മാറ്റാം. ആക്ഷൻ. കുനിഞ്ഞോ കുനിഞ്ഞ അയാളെ നോക്കണം. ഇങ്ങനെ നോക്കുമ്പോഴാണ് അടുത്ത ഷോട്ടിന് ഫ്രണ്ട് ചെയ്യുന്നത്. മനസ്സിലായി? ഇല്ല ചേട്ടനെ അടിച്ചു കൊടുക്കുക. അതിപ്പം പെട്ടെന്ന് ഷോട്ട് കയറുന്നില്ലല്ലോ. വേണ്ട അടിയത്തി പ്രശ്നം വരും. ആക്ഷൻ. കട്ട് ചെയ്ത് ആണോ ഇച്ചിരി നീങ്ങിയിരിക്കണം. റോളിംഗ്. ആക്ഷൻ. ഇതെന്താ അവ പത്തി ഇങ്ങോട്ടില്ല. ആക്ഷൻ. ഇനി ഇവിടെ ഇനി കട്ടില് പുറകോട്ട് കിട്ടും. ഇനി ഫുള്ള് ക്ലോസ് ആണ്. ഇല്ല അത് ഇനി ഇവിടെ നടക്കാം. കണ്ണാടി ഊരിട്ട് ഡയലോഗ് ഇനി പറയണം കേട്ടോ. കണ്ണാടി ഊരിട്ടോ? അല്ല അഭിനയ ഭാവം ഒന്ന് മുഖത്ത് കാണുമ്പോൾ
വിഷ്ണു അപ്പുറത്ത് എനിക്ക് ആദ്യത്തെ ഡയലോഗ് എന്താ? ഇതൊരു പ്ലാച്ചിമത മോമലും ഞാൻ കട്ടായി സെപ്പറേറ്റ് ക്ലോസ് എടുത്ത് വിടാം. അപ്പോ ഇത് നിങ്ങളുടെ സ്കെച്ചാണല്ലേ? ആരാ ഇതിൽ എന്തൊരു വേഷം കൊടുത്തിട്ടുള്ളത്? അത് പറയേണ്ട കാര്യം എനിക്കില്ല. അത് പറയേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് തന്ന പണി നല്ല വൃത്തിക്കും വെറുതെ ഞാൻ ചെയ്യും. എനിക്ക് തന്ന പണി നല്ല വൃത്തിക്കും വെറുതെ ഞാൻ ചെയ്യും. അത് പറയേണ്ട കാര്യം എനിക്കില്ല, അത് മാത്രം എടുത്താൽ മതി. ഓക്കെ, എന്നുള്ള പോസിറ്റീവ് നിങ്ങൾ ക്യൂ കൊടുത്തോ? ക്യൂ കൊടുത്തോ? ആ കണ്ണാടി ക്യൂ കൊടുത്തോ? അത് ഷോട്ടിന്റെ സമയത്ത് വിളിച്ചാൽ മതി. വിഷ്ണു പറയുന്നത് വെച്ചാണോ ചേട്ടാ ഫോൺ നിങ്ങളാരാ? അപ്പൊ നിങ്ങളാണല്ലേ ഹലോ ഈ സ്കെച്ചിന്റെ പിന്നിൽ? ഹലോ കണ്ണാടി വരുന്നു. ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് വരണം കേട്ടോ. ഒരു വില്ലനാണ് അണ്ണാ, ഒരു വില്ലൻ സംഭവം അണ്ണ ആ കാല് മുട്ടിയാ അണ്ണ കാല് കാത്തിട്ട് അത് അണ്ണന്റെ സ്റ്റൈലിൽ പറയാം. പറയേണ്ട കാര്യമില്ല. കണ്ണാടി ഊരിയിട്ട് വേണം എനിക്ക് വേണ്ട കാര്യം. ഓക്കെ, ഞാൻ പറഞ്ഞു അത് എനിക്ക് പറയേണ്ട കാര്യമില്ല. അയാളുടെ എല്ലാം പറയാം. നിങ്ങളാരാ? അപ്പൊ നിങ്ങളെ സ്കെച്ചായിരുന്നില്ലേ? ആരാ ഇതിന്റെ പിന്നിൽ? അപ്പൊ റിയാക്ഷൻ കൊടുത്തിട്ട് ഗ്ലാസ് ഊരണം. ഊരിയിട്ട് പറയണം. അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അത്രയും വേണം. ഇങ്ങനെ നിന്നോണ്ടിരുന്നോ? അത് വേണം. നിങ്ങളെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെങ്കിലും ചെയ്യാം. അണ്ണന് ഇഷ്ടമുള്ള രീതി ചെയ്തോ. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പോവാം. അങ്ങനെ റോളിംഗ് ആക്ഷൻ. നിങ്ങളാരാ? അപ്പൊ നിങ്ങളെ ഈ സ്കെച്ചിന്റെ പിന്നിൽ ഇതാരാ നിങ്ങളെ ഏൽപ്പിച്ചത്? നിങ്ങൾ പറഞ്ഞ കാര്യമില്ല. ആരോ ബാക്കിൽ വന്നു. വിഷ്ണു അത് നോക്കിക്കോ. ഇങ്ങനെ ഊരിക്കുന്നില്ല. ക്ലോസിൽ പോവില്ലടാ, വേറെ എടുക്കണ്ടേ? ആ ഡയലോഗ് അയാളെ ക്ലോസ് അല്ലേ? അതല്ല, ഞാൻ പുള്ളി കണ്ണാടി ഊരിയത് ഇച്ചിരി സ്ലോ വേണമെന്ന് പറയാൻ. അടുത്ത ഡയലോഗ് നിങ്ങൾ അവിടെ നിന്നൊക്കെ പൊക്കോ. പിന്നെ ഇതിന്റെ റേഷൻ കൊടുക്കുമ്പോ നിങ്ങൾ പറയേണ്ട കാര്യം എനിക്ക് തന്ന പണി അത് ഞാൻ വൃത്തി വെട്ടിച്ച് എന്നുള്ള ഐഡിയ പറഞ്ഞ നോക്കണം. എന്നെ ഏൽപ്പിച്ച പണി അത് ഞാൻ നല്ല ക്ലീൻ ആയിട്ട് ചെയ്യും. ആ അത്രയും പോകും. കണ്ണാടി ഊരി ഇനി അടുത്ത ഡയലോഗ് ആക്ഷൻ. എനിക്ക് പറഞ്ഞിട്ടുള്ള പണി വൃത്തിയോട് വെളുപ്പോടെ ഞാൻ ചെയ്യും. ഒന്നുകൂടെ പറയണം. എന്നെ ഏൽപ്പിച്ച പണി എന്നെ ഏൽപ്പിച്ച പണി ഞാൻ നല്ല വൃത്തിയായിട്ട് വെടിപ്പായിട്ട് കൈൻ ആക്ഷൻ ഇങ്ങനൊരു സാധനത്ത് നല്ല വൃത്തി കൊടുക്കുന്ന ചെയ്യാനുള്ള സാധനം. റോളിംഗ് ആക്ഷൻ. എന്നെ ഏൽപ്പിച്ച പണി ഞാൻ വൃത്തിയോട് വെളുപ്പോടെ ചെയ്യും. കട്ട് ചെയ്ത് അണ്ണാ അത് എന്നോട് എന്നെ ഏൽപ്പിച്ച പണി എന്നെ ഏൽപ്പിച്ച പണി അത് ഞാൻ വൃത്തിയോടും വെടിപ്പോടെ ആദ്യം ചെയ്യണോ? അതൊരു എന്നെ ഏൽപ്പിച്ച പണി എന്ന് പറഞ്ഞാൽ ഒരു 2 സെക്കൻഡ് ഗ്യാപ്പ് വന്നിട്ട് ഇപ്പൊ എന്നെ പണി ഒരു 2 സെക്കൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ഡയലോഗ് പറയാം. ഓക്കെ, റോളിംഗ് ആക്ഷൻ. എന്നെ ഏൽപ്പിച്ച പണി വൃത്തിയോട് വെളുപ്പോടെ ഞാൻ ചെയ്യും. നീ വേണോ? മാമൂദേ ശത്രുവൊന്നും എന്റെ പണിയിലായി എന്റെ പണിയില്ലേ? എന്താ പേര്? മാമൂദ്. അതന്നെ അവിടെ പറഞ്ഞത്. മാമൂദേ പേര് പറയണോ?
മാമൂദേ പേര് വേണ്ട. എന്താ പറയുക? മാമൂദേ മാമൂദേ എനിക്ക് ഇന്നോട് വലിയ ശത്രുതയൊന്നുമില്ല. പക്ഷെ എന്റെ പണി ഇതായി പോയില്ലേ, ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇൻഡസ്ട്രിയിൽ പിടിച്ചിട്ടുണ്ടേ. അതാ ചിരിയോടെ പറഞ്ഞാൽ നല്ലതായിരിക്കും, ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇവിടെ ഓക്കെ റോളിംഗ് ആക്ഷൻ. മുഹമ്മദേ, എനിക്ക് നിന്നോട് യാതൊരു ശത്രുതയുമില്ല. കട്ട് ചെയ്ത് അണ്ണാ അമ്മ, ഇത് പറഞ്ഞു പോകാതെ. മാമൂദേ എനിക്ക് എന്നോട് വലിയ ശത്രുതയൊന്നുമില്ല, പിന്നെ എന്റെ പണി ഇതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയിൽ പിടിച്ചിട്ടുണ്ടേ. അവിടെ ഉണ്ടേ. പോന്നേ റോളിംഗ് ഒരു മിനിറ്റ് പറയണം, ഒറ്റ മിനിറ്റ്. എനിക്ക് നിന്നോട് യാതൊരു ശത്രുതയില്ല. അമ്മോ, വന്നോട്ടെ റോളിംഗ് ആക്ഷൻ. മുഹമ്മദേ, എനിക്ക് നിന്നോട് യാതൊരു ശത്രുതയില്ല. എന്റെ പണി ഇതായിരുന്നു. ഇൻഡസ്ട്രിയിൽ പിടിച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് അണ്ണാ ആ ഡയലോഗ് എന്റെ പണി ഇതായിപ്പോ വേറെ ആണ്ടോ, അങ്ങനെ. അവിടെ എന്റെ പണി ഇതായിപ്പോ. അമ്മോ, തീരെയല്ല. ഇതൊന്നുമില്ല, അതൊരു മാസാണ്. പവർഫുള്ളാണ്. ഓക്കെ, ഒന്നുകൂടെ പോ, ഒറ്റയടിക്ക് ഒന്നുകൂടെ പോയാലോ. റോളിംഗ് റോളിംഗ് സാർ ആക്ഷൻ. മുഹമ്മദേ, എനിക്ക് നിന്നോട് ശത്രുതയൊന്നുമില്ല. എന്റെ പണി അതായിപ്പോയി. കട്ട് ചെയ്ത് എന്റെ പണി ഇതായിപ്പോ. പണി ഒന്നുകൂടെ പോ. ഉം. ഇൻട്രസ്റ്റ് പിടിച്ചേക്കുന്നു. പോന്നേ ആ റോളിംഗ് റോളിംഗ് ആക്ഷൻ. മുഹമ്മദേ, എനിക്ക് നിന്നൊരു ശത്രുതയൊന്നുമില്ല. പക്ഷെ എന്റെ പണി ഇതായിപ്പോയി. ഇൻഡസ്ട്രിയിൽ പിടിച്ചിട്ടുണ്ട്. കട്ട്. കിട്ടിയാ? പോകല്ലേ? ഒന്ന് പ്ലേക്കോ. ഇത് ഇവിടെ ഡയലോഗ് കഴിഞ്ഞ ഇല്ല, ഇവിടെ വെച്ചിട്ട് മൊത്തം തീർത്തിട്ട് അടുത്തത് ഇല്ല, അയാളുടെ മൊത്തം. നോക്കി, അടുത്തത്. എല്ലാം കൊല്ലാൻ പോവാണ്. അയാളെ അവസാനത്തെ ആഗ്രഹം തീർക്കും. ഞാൻ പറഞ്ഞു. അത് സിറ്റുവേഷൻ അല്ലേ. നമ്മുടെ നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ പറ, അത് ഞാൻ ചെയ്തു. അത് ഞാൻ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാറുള്ള ഒരു സാധനം പോലെ അല്ല. ഓക്കെ, അപ്പൊ അത് പറയണ്ട. നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? അതൊന്നും ചോദിക്കുക. അവ പുള്ളി ചോദിക്കും. അവർക്കൊരു ആഗ്രഹമുള്ളൂ, കൊല്ലാൻ പോണ ആളെ പറ്റുമെന്ന് പറയാം. പുള്ളി ചോദിക്കും. അപ്പൊ അത് പറയണം, എൻ്റെ പേര് വേൾഡ് ഫേമസ് ആയ എന്നെ നിനക്ക് മനസ്സിലായില്ലേ എന്നുള്ളതാണ്. ഞാനാണ് ആളാണ്. ഓക്കെ, അത്ര എന്റെ പേര് ഞാൻ ആരാട്ടോ? തിരിപ്പിക്കില്ല. മുൻകെടുത്താൽ താമസമല്ല. ഒരു സാധനം ചെയ്യാം. ഇതിന്റെ അവസാനത്തെ എന്റെ കണ്ടാൽ മനസ്സിലാവില്ല, എന്റെ വോയിസ് കേട്ടുകൊണ്ട് മനസ്സിലാവും. അല്ലെങ്കിൽ ഞാൻ വർഷം മറ്റു സാധനം പറഞ്ഞു. ആ ഭയം വന്നോ? അത് വിഷ്ണു പറയണം. വിഷ്ണു വേറെ സിനിമയിൽ ഡയലോഗ് ഉണ്ട്. വേൾഡ് ഫേമസ് ആയ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല, തെണ്ടിലൊരു സാധനം ഉണ്ട്, അതിന്റെ കോപ്പിയാണത്. അപ്പൊ എന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? പുള്ളി വേറെന്ന് ചോദിക്കും. ഞാറാടുകയാണോ പറഞ്ഞത്? അല്ലല്ല അണ്ണൻ പറഞ്ഞു. നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ആ, അപ്പൊ പുള്ളി എന്ത് പറയും? ആ പുള്ളി ചോദിക്കുന്നു. ആ. അല്ല, നിങ്ങൾ ചോദിക്കുന്നു. അപ്പൊ പുള്ളി പറയും പേരെന്താ ചോദിക്കും. എന്താ പിന്നെ നിങ്ങളെ കഴിവില്ല. വേൾഡ് ഫേമസ് ആയ എന്നെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മള്. എന്തായാലും നിന്റെ ആയിരം പോലെ നടക്കട്ടെ. നമുക്കൊരു സാധനം ആറാട്ടെണ്ണ. പിന്നെ നിങ്ങളെ മറ്റേ ആറാട്ടം. ഓക്കെ, ഓക്കെ, തെർമോക്കോളൊന്നും വേണ്ട, ആ ജില്ലിന് കറക്റ്റിലായിട്ട്. പോന്നേ ഓക്കെ, റോളിംഗ് അല്ലേ? റോളിംഗ് ആക്ഷൻ. നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങൾ ആരാ? കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പേര് പേരെന്താ? ഒന്ന് റിഹേഴ്സൽ വേണോ? ഓക്കെ പോവല്ലേ, ടേക്ക് പോവല്ലേ? ഓക്കെ, റോളിംഗ് റോളിംഗ് ആക്ഷൻ. നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? എന്നെ മനസ്സിലായില്ലേ? നോ ഫേമസ് ആണ്, ആറാട്ടം. കട്ട് ചെയ്ത്
അഞ്ചിരി ആറ്റിലൂടെ പോലെ പോലെ വന്നില്ല. സാധനം വരണം, അണ്ണ വരണം, അണ്ണ വരണം. ചേട്ടൻ ഇത്ര സ്ട്രെയിൻ എടുത്ത് സംസാരിച്ച് റോളിംഗ് റോളിംഗ് ആ ആക്ഷൻ മാമൂദേ നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? റെഡി റോളിംഗ് ആക്ഷൻ മുഹമ്മദ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താ? എന്നെ മനസ്സിലായി. ലോകം അറിയപ്പെടുന്ന ആളാണ്, ആറാട്ടാണ്. കട്ട് ചെയ്ത് അത് പോരാ. അത് പോരാ, അത് കേറിയില്ല. സ്ട്രോങ് അറിയില്ല എന്നെ മനസ്സിലായില്ലെന്ന് ചോദിക്കണ്ട. ആ ഡയലോഗ് എങ്ങനെയായിരുന്നു? എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല. എന്നെ കണ്ടിട്ട് മനസ്സിലായി. അത് സീരിയസ് ആയിട്ട് ചെയ്യണം. എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ വീണ്ടും ഫേമസാണ്. എന്നിട്ട് ആറ്റിലൂടെ ഇട്ടിട്ട് അണ്ണൻ അണ്ണൻ ആറാട്ടൻ. അപ്പൊ നീ അത്രയും പോണോട്ടോ. ആ ഡയലോഗ് ഇങ്ങനെ സമയം എടുത്ത് പറഞ്ഞാൽ മതി. അപ്പോഴേ ബ്യൂട്ടിഫുൾ ആകും. സമയം എടുത്ത് പറഞ്ഞാൽ മതി. ധൃതി വേണം. റോളിംഗ് ആണോ? റോളിംഗ് ആക്ഷൻ. ഓക്കെ നോ പ്രോബ്ലം. പ്രശ്നം തുമ്മണോ? റോളിംഗ് ആക്ഷൻ. മുഹമ്മദ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താണ്? എന്നെ കണ്ടിട്ട് മനസ്സിലായി. എണ്ണീക്കണ്ട, അവിടെ തന്നെ ഇരുന്നോ. റോളിംഗ് ഓക്കെ ആക്ഷൻ. മുഹമ്മദ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? കട്ട് ചെയ്ത് എന്നാ പതിയെ ചോദിക്കണ്ട. പതിയെ നിന്റെ അവസാനത്തെ റോളിംഗ് റോളിംഗ് സർ ആക്ഷൻ. മുഹമ്മദ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താണ്? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ആറാട്ടാണ്, ഒരേ ഒരാണ്. നിങ്ങൾ സെക്സിയാണ്. ഫോർത്താണ്, ഉള്ളതാണ്. ക്ലാസ്സാണ്. മാസം അണ്ണാ കോമഡി സീരിയസ് ആയിട്ട് പറഞ്ഞത്. അല്ലല്ല, അതില് എന്നെ കണ്ട് നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ ഏത് famous ആണ്? സാധാരണ ഏത് famous? മറ്റേ ഡയലോഗാണ് ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് പോലെ അത് പറഞ്ഞാ അതിനെ പറ്റിയതാ. ഇവിടുത്തെ പീക്കിരി പിള്ളേർക്ക് പോലും എന്താ പേര്? ആക്ഷൻ. മുഹമ്മദ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താണ്? എന്നെ മനസ്സിലായില്ല. ടീച്ചറിനെ കൂടെ അറിയാം. അന്ന് ആറാട്ടാണ്, ഓട്ടാണ്, എക്സിയാണ്, മാസാണ്, ക്ലാസ്സാണ്. ആറാടുകയാണ്. കട്ട് ചെയ്ത് ഒന്നുകൂടെ പോണത് സെക്സി ആണെന്ന് ഞാനാ പറഞ്ഞ. അത് ആറാട്ടം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് അറിയിക്കട്ടെ. അത് ആറാട്ടം എന്ന് പറയുന്നത് ഞാനാ പറഞ്ഞ. നിങ്ങൾ സെക്സി ആണെന്ന് ചേട്ടാ ഇച്ചിരി ടൈം എടുത്ത് ചെയ്താ കേട്ടോ. റോളിംഗ് ആണ് റോളിംഗ് സൗണ്ട് റോൾ. ആക്ഷൻ. മുഹമ്മദ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താണ്? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. ടീച്ചറിനെ കൂടെ അറിയാം. ഞാൻ ആരാണ്? അണ്ണൻ. കട്ട് ചെയ്ത് അത്ര സ്പീഡിൽ പോകണ്ട. ഇവിടുത്തെ പീക്കിരി പിള്ളേർക്ക് പോലും എന്നെ അറിയാം. അണ്ണൻ അവിടെ നിർത്തിയിട്ട് അണ്ണൻ മനസ്സിലായി. അപ്പൊ ഞാൻ പറയും സെക്സിയാണ്. സെക്സിയാണ്. അവിടെ ഫസ്റ്റ് അവിടെ വന്നത്. സൗണ്ട് റോൾ. റോളിംഗ് സർ ആക്ഷൻ. മുഹമ്മദ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താണ്? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. ടീച്ചർ വിളിക്കുമ്പോൾ അറിയാം. ആറാട്ടാണ്, അണ്ണൻ. കട്ട് ചെയ്തിട്ട് നിക്ക്. ഒന്നുകൂടെ പോണം. അണ്ണൻ ആറാട്ടം. അപ്പൊ നീ മറ്റേ സാധനം കറക്റ്റ് ഇടണം. എടാ കണ്ണാടി നോക്കിയിട്ട് സെക്സിയാണ്. അതാണ് റോളിംഗ് സർ സൗണ്ട് റോൾ. ആക്ഷൻ. മുഹമ്മദ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താണ്? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. ടീച്ചർ വിളിക്കുമ്പോൾ അറിയാം. ഒരേ ഒരാണ്. ആറാട്ടാണ്. കട്ട് ചെയ്ത്
ഒരേ അണ്ണന്ന് വേണ്ട. ഇവിടുത്തെ ഡിഗ്രി പിള്ളേർക്ക് തന്നെ അറിയാം. അണ്ണൻ. എന്നിട്ട് 2 സെക്കൻഡ് സ്പേസ് ഇട്ടിട്ട് ആറാട്ടം. അത് ഞാൻ ഇങ്ങനെ ക്ലാസ് നോക്കിയിട്ട് നിങ്ങൾ സെക്സിയാണ്. അത് തന്നെ. റോളിംഗ് സർ ആക്ഷൻ. മുഹമ്മദേ, എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താണ്? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. പോവാം പോവാം. നോ പ്രോബ്ലം പോവാം. ഈ സാധനം കട്ട് ചെയ്യണം അല്ലേ? സൗണ്ട് റോൾ. ആക്ഷൻ. മുഹമ്മദേ, എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താണ്? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. പീക്ക് പിള്ളേർ പോലെ അറിയാം. അണ്ണൻ, ആറാട്ടാണ്, നിങ്ങൾ സെക്സിയാണ്. ഓട്ടാണ്, കൂളാണ്. മാസാണ്, തിമിർത്താടിയ. കട്ട് ചെയ്ത് ഒന്നുകൂടെ അത് ഓക്കെ ആണ് എനിക്ക്. ഓക്കേ ഷോട്ടാണ്. ഒന്നുകൂടെ ഒരു ബാക്കപ്പിന് ഒന്നുകൂടെ ആ ലെവല് പിടിച്ചു. നിങ്ങൾ രണ്ടുപേരും സ്ട്രൈക്ക് ചെയ്ത് ഡയലോഗ് പറയരുത്. ആ. പുള്ളിയുടെ നീ ഒറ്റ ഡയലോഗ് പറഞ്ഞാൽ മതി. മാസാണ്. സെക്സിയാണ്. സെക്സിയാണ്. എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കി അണ്ണൻ പറഞ്ഞോളൂ. ഓക്കേ. ഈ സാധനം വെച്ചാലോ? അത് വേണ്ട, മുമ്പത്തെ സെയിം മതി. അവന്റെ സെപ്പറേറ്റ് ഞാൻ എടുത്തോളാം. ക്യാമറ ആക്ഷൻ. മുഹമ്മദേ, എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താണ്? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. പീക്ക് പിള്ളേർ പോലെ അറിയാം. അണ്ണൻ, ആറാട്ടാണ്, നിങ്ങൾ സെക്സിയാണ്. ഓട്ടാണ്, മാസാണ്, ഗ്ലാസാണ്, തിമിർത്താടിയ. ആറാടുകയാണ്. ഇതെന്താ? ചേട്ടാ ഇനി എന്താ ഡയലോഗ് ഉണ്ടോ പുള്ളിക്ക്? അത് എല്ലാം ഇതെടുക്കില്ലേ? ഇവിടെ തീർന്നോ അവന്റെ ഡയലോഗ്? ഡയലോഗ് കഴിഞ്ഞ് ഇതിനെ വീട്ടിലില്ല, ഞാൻ പുറത്ത് ആറെണ്ണം. നിങ്ങൾ സെക്സിയാണ്. ആറാടുകയാണ്. കട്ട് ചെയ്ത് ഒന്നുകൂടെ പറയണം. എടാ, നിങ്ങൾ സെക്സിയാണ്, ഹോട്ടാണ്. അത് ഞാൻ പറയല. ആ രണ്ട് ഡയലോഗ് എനിക്ക് ആയിക്കോട്ടെ, നീ ടോൺ പിടിക്കും നന്നായിട്ട് ഇണ്ട. എല്ലാത്തിന്റെ അവിടെ ഇണ്ട് കയറ്റിയാണ് അങ്ങനെ ഫേക്ക് മാസ്റ്റർ ആയിട്ട് അല്ലാണോ? ആ റോളിംഗ് ആക്ഷൻ. നിങ്ങൾ സെക്സിയാണ്, മാസാണ്, ഞങ്ങളുടെ ആറാടുകയാണ്. നന്നായിട്ടുണ്ടോ? ഒരു മിനിറ്റ്, നിന്റെ റിയാക്ഷൻ. എനിക്കാണെങ്കിൽ ഡയലോഗ് അണ്ണാ ഞാൻ പറയണ്ടല്ല. അണ്ണ വേണ ഡയലോഗ് അടിച്ചോ? എന്താ? ഇപ്പൊ ഡയലോഗ് എല്ലാം പറഞ്ഞു. മുഴുവനോ? നിങ്ങൾ പറയണ്ടല്ല. ലാസ്റ്റത്തെ മുഹമ്മദ് പറയണോ? അയാളെ നോക്കി, അദ്ദേഹത്തെ നോക്കി. മുഹമ്മദ് പറയണോ? ഡയലോഗ് എന്തെങ്കിലും പറഞ്ഞോ? മുഹമ്മദ് എന്തെങ്കിലും ഇഷ്ടമുള്ള ഡയലോഗ് ഇതിനകത്ത്. റോളിംഗ് സർ ആക്ഷൻ. മുഹമ്മദ്, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ഞാൻ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. പീക്ക് പിള്ളേർ പോലെ അറിയാം. അണ്ണൻ, ആറാട്ടാണ്, നിങ്ങൾ സെക്സിയാണ്, ഓട്ടാണ്, മാസാണ്, മാസാണ്, ഞങ്ങളുടെ നിങ്ങൾ ആറാടുകയാണ്. തിമിർത്താടിയ. പുള്ളിയുടെ എടുക്കാം. മക്കളൊന്നും വേണ്ട, ആ ജില്ലിന് കറക്റ്റിലായിട്ട്. പോന്നാണ് ഓക്കെ, റോളിംഗ് അല്ലേ? റോളിംഗ് ആക്ഷൻ. നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങൾ ആരാണ്? മനസ്സിലായില്ല. കട്ട് ചെയ്ത് കട്ട് ചെയ്ത്. പേരെന്താ? ഒന്ന് റിഹേഴ്സൽ വേണം. ഓക്കെ പോവല്ലേ, ടേക്ക് പോവല്ലേ? ഓക്കെ, റോളിംഗ് റോളിംഗ് ആക്ഷൻ. നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? എന്നെ മനസ്സിലായില്ല. നോ ഫേമസ് ആണ്, ആറാട്ടാണ്. കട്ട് ചെയ്ത്. അഞ്ചിരി ചേട്ടാ, ചേട്ടൻ ഇത്ര സ്ട്രെയിൻ എടുത്ത് സംസാരിച്ചേ.
റോളിംഗ് ആ ആക്ഷൻ മാമൂദേ നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? റോളിംഗ് ആക്ഷൻ. മുഹമ്മദ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താ? എന്നെ മനസ്സിലായി. ലോകം അറിയപ്പെടുന്ന ആളാണ്. ആറാട്ടാണ്. കട്ട് ചെയ്ത് അത് പോരാ. അത് പോരാ, അത് കേറിയില്ല. സ്ട്രോങ് അറിയില്ല ഇങ്ങനെ ഇരിക്കല്ലേ. എന്നെ മനസ്സിലായില്ല എന്ന് ചോദിക്കണ്ട. ആ ഡയലോഗ് എങ്ങനെയായിരുന്നു? എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. അത് സീരിയസ് ആയിട്ട് കേൾക്കണം. എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ വലിയ ഫേമസ് ആണ്. എന്നിട്ട് ആറ്റിലൂടെ ഇട്ടിട്ട് അണ്ണൻ അണ്ണൻ ആറാട്ടൻ. അപ്പൊ നീ അത്രയും പോണോട്ടോ. ആ ഡയലോഗ് ഇങ്ങനെ സമയം എടുത്ത് പറഞ്ഞാൽ മതി. അപ്പോഴേ ബ്യൂട്ടിഫുൾ ആവും. സമയം എടുത്ത് പറഞ്ഞാൽ മതി. ധൃതി വേണം. റോളിംഗ് ആണോ? ആക്ഷൻ. ഓക്കെ നോ പ്രോബ്ലം. തുമ്മണോ? ആക്ഷൻ. മുഹമ്മദ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താണ്? എന്നെ കണ്ടു മനസ്സിലായി. എണ്ണീക്കണ്ട അവിടെ തന്നെ ഇരുന്നോ. ഓക്കെ ആക്ഷൻ. മുഹമ്മദ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? കട്ട് ചെയ്ത് എന്നാ പതിയെ ചോദിക്കണം. പതിയെ നിന്റെ അവസാനത്തെ റോളിംഗ് ആക്ഷൻ. മുഹമ്മദ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താണ്? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ആറാട്ടാണ്. ഒരേ ഒരാണ്. നിങ്ങൾ സെക്സിയാണ്. ഓർത്താണ്. ഉള്ളതാണ്. ക്ലാസ്സാണ്. മാസം അണ്ണാ കോമഡി സീരിയസ് ആയിട്ട് അല്ലല്ല അതില് എന്നെ കണ്ട് നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ വേൾഡ് ഫേമസ് ആണ്. വേൾഡ് ഫേമസ്. മറ്റേ ഡയലോഗാണ് ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് ഇവിടുത്തെ പീക്കിരി പിള്ളേർക്ക് പോലും എന്താ പേര്? ആക്ഷൻ. മുഹമ്മദ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താണ്? എന്നെ മനസ്സിലായില്ല. ടീച്ചർ പോലെ അറിയാം. അന്ന് ആറാട്ടാണ്. ഓട്ടാണ്. എക്സിയാണ്. മാസാണ്. ക്ലാസ്സാണ്. ആറാടുകയാണ്. കട്ട് ചെയ്ത് ഒന്നുകൂടെ പോണത് സെക്സി ആണെന്ന് ഞാനാ പറഞ്ഞ. അത് ആറാട്ടെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് അറിയിക്കട്ടെ. ഞാൻ ആറാട്ടം എന്ന് പറയുന്നത് ഞാനാ പറഞ്ഞ. നിങ്ങൾ സെക്സി ആണെന്ന് ചേട്ടാ ഇച്ചിരി ടൈം എടുത്ത് ചെയ്താ കേട്ടോ. റോളിംഗ് ആണ് സാർ. സൗണ്ട് റോൾ ആക്ഷൻ. മുഹമ്മദ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താണ്? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. ടീച്ചർ പോലെ അറിയാം. ഞാൻ ആരാണ്? അണ്ണൻ. കട്ട് ചെയ്ത് അത്ര സ്പീഡിൽ പോകണ്ട. ഇവിടുത്തെ പീക്കിരി പിള്ളേർക്ക് പോലും എന്നെ അറിയാം. അണ്ണൻ അവിടെ നിർത്തിയിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ പറയും സെക്സിയാണ്. സെക്സിയാണ്. അവിടെ ഫസ്റ്റ് അവിടെ വന്നത്. സൗണ്ട് റോൾ ആക്ഷൻ. മുഹമ്മദ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താണ്? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. ടീച്ചർ പോലെ അറിയാം. ആറാട്ടാണ്. അണ്ണൻ. കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ പോണം. അണ്ണൻ ആറാട്ടാണ്. അപ്പൊ നീ മറ്റേ സാധനം കറക്റ്റ് ഇടണം. എടാ കണ്ണാടി നോക്കിയിട്ട് സെക്സിയാണ്. സൗണ്ട് റോൾ ആക്ഷൻ. മുഹമ്മദ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താണ്? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. ടീച്ചർ പോലെ അറിയാം. ഒരേ ഒരാണ്. ആറാട്ടാണ്. കട്ട് ചെയ്ത് ഒരേ അണ്ണൻ എന്ന് വേണ്ട. ഇവിടുത്തെ പീക്കിരി പിള്ളേർക്ക് എന്നെ അറിയാം. അണ്ണൻ. എന്നിട്ട് 2 സെക്കൻഡ് സ്പേസ് ഇട്ടിട്ട് ആറാട്ടാണ്. നിങ്ങൾ സെക്സിയാണ്.
ആക്ഷൻ. മുഹമ്മദേ എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താണ്? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. പോവാം പോവാം നോ പ്രോബ്ലം പോവാം. ഈ സാധനം കട്ട് ചെയ്യണം അല്ലേ? ആക്ഷൻ. മുഹമ്മദേ എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താണ്? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. പീക്ക് പിള്ളേർ പോലെ അറിയാം. അണ്ണൻ ആറാട്ടാണ്, നിങ്ങൾ സെക്സിയാണ്, ഓട്ടാണ്, കൂളാണ്. മാസാണ്, തിമിർത്താടിയാണ്. കട്ട് ചെയ്ത് ഒന്നുകൂടെ അത് ഓക്കെ ആണ് എനിക്ക്. ഓക്കെ ഷോട്ടാണ്. ഒന്നുകൂടെ ഒരു ബാക്കപ്പിന് ഒന്നുകൂടെ 4 ലെവല് പിടിച്ചു. നിങ്ങൾ രണ്ടുപേരും സ്ട്രൈക്ക് ചെയ്ത് ഡയലോഗ് പറയരുത്. പുള്ളിയുടെ നീ ഒറ്റ ഡയലോഗ് പറഞ്ഞാൽ മതി. സെക്സിയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കി അണ്ണം പറഞ്ഞോളൂ. ഈ സാധനം വെച്ചാലോ? അത് വേണ്ട, മുമ്പത്തെ സെയിം മതി. അവന്റെ സെപ്പറേറ്റ് ഞാൻ എടുത്തോളാം. ക്യാമറ ആക്ഷൻ. മുഹമ്മദേ എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിങ്ങളുടെ പേരെന്താണ്? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. പീക്ക് പിള്ളേർ പോലെ അറിയാം. അണ്ണൻ ആറാട്ടാണ്, നിങ്ങൾ സെക്സിയാണ്, ഓട്ടാണ്, മാസാണ്, ഗ്ലാസ്സാണ്, തിമിർത്താടിയാണ്. ആറാടുകയാണ്. അറിയാം. ഇതെന്താ? ചേട്ടാ ഇനി എന്താ ഡയലോഗ് ഉണ്ടോ വിളിക്കും? ഇവിടെ തീർന്നോ ഡയലോഗ്? ഡയലോഗ് കഴിഞ്ഞു. ഇതിനെ നിങ്ങൾ സെക്സിയാണ്, ആറാടുകയാണ്. കട്ട് ചെയ്ത ഒന്നുകൂടെ പറയണം. എടാ നിങ്ങൾ സെക്സിയാണ്, ഹോട്ടാണ്. അത് ഞാൻ പറയണ്ട. ആയിക്കോട്ടെ, നീ ടോൺ പിടിക്കും നന്നായിട്ട് ഇണ്ട. എല്ലാത്തിൻ്റെ അവിടെ ഇണ്ട് കയറ്റിയാണ് അങ്ങനെ ഫേക്ക് മാസ്റ്റർ ആയിട്ട് അല്ലാണോ? റോളിംഗ് ആക്ഷൻ. നിങ്ങൾ സെക്സിയാണ്, മാസാണ്, ഞങ്ങളുടെ ആറാടുകയാണ്. നന്നായിട്ടുണ്ടോ? ഒരു മിനിറ്റ്, നിന്റെ റിയാക്ഷൻ എനിക്കാണെങ്കിൽ ഡയലോഗ് അണ്ണാ ഞാൻ പറയണ്ടല്ല. അണ്ണ വേണ ഡയലോഗ് അടിച്ചോ? എന്താ? ഇപ്പൊ ഡയലോഗ് എല്ലാം പറഞ്ഞു. മുഴുവനോ? നിങ്ങൾ പറയണ്ടല്ല. ലാസ്റ്റത്തെ മുഹമ്മദ് പറയണോ? അയാളെ നോക്കി, അദ്ദേഹത്തെ നോക്കി. മുഹമ്മദ് പറയണോ? ഡയലോഗ് എന്തെങ്കിലും പറഞ്ഞോ? മുഹമ്മദ് എന്തെങ്കിലും ഇഷ്ടമുള്ള ഡയലോഗ് ഇതിനകത്ത് ആക്ഷൻ. മുഹമ്മദ് നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ഞാൻ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. പീക്ക് പിള്ളേർ പോലെ അറിയാം. അണ്ണൻ ആറാട്ടാണ്, നിങ്ങൾ സെക്സിയാണ്, ഓട്ടാണ്, മാസാണ്, മാസാണ്, ഞങ്ങളോട് നിങ്ങൾ ആറാടുകയാണ്. തിമിർത്താടിയാണ്. പുള്ളിയുടെ എടുക്കാം. അതില്ല അത്